ചൈത്ര നീ വരുന്ന ചേച്ചി ഉണ്ടായിരുന്നോ? അവിടെ ഞാൻ വന്നിട്ട് 2 ദിവസമായിരുന്നു. നമ്പർ ചേച്ചി ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ചേച്ചി അകത്തുണ്ട്. നീ കയറി അകത്തിരുന്ന് സംസാരിക്കുമ്പോ സ്വാതി ചൈത്ര വന്നിട്ടുണ്ടോ? നീ അവിടെ ഇരുന്നു. നീ ഇവിടെ ഇരിക്കും. നീ വന്ന കാര്യം പറ. അത് ചേട്ടാ, നിന്നെ അവിടെ വെച്ച് കണ്ടപ്പോഴേ മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. നീ ഉള്ള കാര്യം പറ. ചേട്ടന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞായിരുന്നു. ഞാൻ വന്ന സമയത്ത് ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? കണ്ടീഷൻ മോശമാണ്. ഡയാലിസിസ് വേണമെന്നാ പറയുന്നു. അതിന് ഏകദേശം എത്ര രൂപ വരും? 2 ലക്ഷത്തിന് മേലിലാണ് വേണ്ടി വരും. നീ ഒന്നിരും. ചൈത്ര, ചേട്ട ഇവിടെ ഗൾഫിൽ നിന്ന് വന്നിട്ട് 2 ദിവസം ആയതേ ഉള്ളൂ. അവിടെ ബിസിനസ്സിനൊക്കെ കുറച്ച് പ്രശ്നമായിട്ട് കുറച്ച് എമൗണ്ട് ഒപ്പിക്കാനായിട്ടാണ് നാട്ടിലേക്ക് വന്നത് തന്നെ. നിനക്ക് ഒന്നും തോന്നരുതേ. നീ എന്തിനാണ് അവളുടെ അടുത്ത് കള്ളത്തനം പറഞ്ഞത്? പിന്നെ ഇപ്പൊ കയ്യിരിക്കുന്ന കാശെടുത്ത് അവർക്ക് കൊടുത്താ ഇപ്പോഴത്തെ അവരുടെ സ്റ്റേജ് നിങ്ങൾക്ക് അറിയത്തില്ലേ? ആ കാശ് തിരിച്ചു കിട്ടുമെന്നാണോ? ഒരു 4 വർഷം മുമ്പ് നമ്മൾ എന്തായിരുന്നു, നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആരുമില്ലേ? ഹായ്, ഫ്രാങ്കി ചേട്ടാ ഇല്ലേ? ഫ്രാങ്കി ചേട്ടാ എവിടെടാ? എന്ത് പറ്റി? ഒരു ആക്സിഡന്റ് ആയതാ, നട്ടലിനായതോ പ്രശ്നം. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുക. ചികിത്സിക്കാൻ ഒരുപാട് കാശ് വേണം. ചേച്ചി, നിങ്ങളത് അറിഞ്ഞില്ലായിരുന്നു? ഒരു വാക്ക് നേരത്തെ പറയണ്ടായിരുന്നു. സഹായിക്കുമെന്ന് വിചാരിച്ച് പലരുടെ അടുത്ത് പോയതാണ്. പക്ഷെ സഹായിക്കേണ്ട പലരും സഹായിക്കാത്ത ഒരവസ്ഥയാണ്. ഇപ്പൊ എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ സംസാരിച്ച് നിൽക്കേ, ഞാൻ ഇപ്പം വരാം. ചേച്ചി സമാധാനമായിട്ടിരിക്കുക, എല്ലാം ശരിയാവും. ഈ ചെക്ക് നീ ചേച്ചി കൊടുക്ക്. ഇരിക്കട്ടെ ചേച്ചി, ഇത് ഞാൻ എങ്ങനെ തിരിച്ചു തരും? അത് നോക്കണ്ട, ഇപ്പൊ ചികിത്സ നടക്കട്ടെ. ഒന്നും വേണ്ട, ഒന്ന് ഇറങ്ങിയാണ്. അന്ന് നമ്മൾ കുടുംബക്കാർ പോലും നമ്മൾ സഹായിക്കാതിരുന്നത് അവർ മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. നമുക്ക് ആവശ്യമുള്ള പൈസ തന്ന് നമ്മളെ സഹായിച്ചു. അത് നീ മറക്കരുത്. അങ്ങനെയല്ല. അത് കുഴപ്പമൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യും. നീ ചൈത്രയെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ പറഞ്ഞു.